Hello everyone, new day, new video. So, this video is about a poem titled Latin Women Pray, written by Judith Ortiz Coffer. She was a Puerto Rican American poet, best known for her works of creative nonfiction. She has also written so many poems, novels, and essays which primarily focus on the cultural alienation faced by Latin people in America. So, let's summarize the poem. Latin women pray in incense sweet churches. They pray in Spanish to an Anglo god with a Jewish heritage. ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദ പോയിറ്റ് ഈസ് നോട്ട് ട്രൈയിങ് ടു സേ എനിത്തിങ്. ഒന്നും പറഞ്ഞു തരുമല്ല, ഒരു നരേഷനും അല്ല ഇവിടെ തരുന്നത്. ഒരു പിക്ചർ നിങ്ങൾക്ക് മുൻപിൽ പ്രസൻറ്റ് ചെയ്യുവാണ്. ഈ പിക്ചറിനകത്ത് എന്താണ് കാണിക്കുന്നത് അത് മാത്രമേ പോയിട്ട് പറയുന്നുള്ളൂ. അല്ലാതെ അവരുടെ വേറെ യാതൊരു തരത്തിലുള്ള എക്സ്പ്ലനേഷൻസും ഇവിടെ പോയിട്ട് കൊടുക്കുന്നില്ല. ഇപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് പറയുവാണ്, ലാറ്റിൻ വിമൻ പ്രേ ചെയ്യുന്ന ഒരു പിക്ചറാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നത് എന്നാണ് നമ്മളുടെ പോയറ്റ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുറേ ലാറ്റിൻ വിമൻ പ്രേ ചെയ്യുന്നതാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ചേർച്ചിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലൊക്കെ ഉള്ള ബെൽസൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൈൻഡിലൊരു ഐഡിയ വരുമല്ലോ, എന്ത് സ്മെല്ലായിരിക്കും ചർച്ചിൽ, എന്ത് സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും, എന്തൊക്കെ സൗണ്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ പറ്റുന്നത്, എത്രമാത്രം പീസ്ഫുൾ ആണ് ചേർച്ചിൻ്റെ അറ്റ്മോസ്ഫിയർ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ പ്രാർത്ഥിക്കുന്ന കുറച്ച് ലാറ്റിൻ വിമനെ കാണിച്ചുകൊണ്ടാണ് ഇവിടെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത്രയ്ക്ക് സേക്രഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഈ സ്ത്രീകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് അവർ പ്രാർത്ഥിക്കുവാണ് ചെയ്യുന്നത്. സാധാരണ ആരായാലും പ്രാർത്ഥിക്കുന്ന എന്തിനായിരിക്കും? എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തുറന്നു പറയുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് പള്ളിയും. അപ്പം ഈ ചേർച്ചിൽ വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറയാനായിട്ട് ഈ സ്ത്രീകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. ആരോട് സംസാരിക്കുകയാണ്? ദൈവത്തിൻ്റെ അടുത്ത് തൻ്റെ വിഷമങ്ങളെല്ലാം പറയാൻ വേണ്ടി ഇവരെല്ലാം ഒരുമിച്ച് വരുന്നു, പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത ലൈനിനകത്ത് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, കൾച്ചറലി അവർ ഡിഫറെൻ്റ് ആണ്. പള്ളിയുടെ കൾച്ചർ വേറെ, ആ പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുടെ കൾച്ചർ വേറെ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് പിന്നീട് വരുന്നത്. ഈ ചേർച്ചിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ആ സ്ത്രീകളുടെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പാനിഷാണ്. ഇവർ പ്രാർത്ഥിക്കുന്ന ലാംഗ്വേജും അതുകൊണ്ട് തന്നെ സ്പാനിഷാണ്. പക്ഷെ ഇവർ പ്രാർത്ഥിക്കുന്ന ഗോഡോ, ആ ഗോഡിൻ്റെ ഒറിജിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു ആംഗ്ലോ യൂറോപ്യൻ ഒറിജിനുള്ള ഒരു ഗോഡാണ്. അപ്പം രണ്ട് പേരും രണ്ട് കൾച്ചറാണ്. സ്പാനിഷ് ലാംഗ്വേജ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്, അവരുടെ കൾച്ചർ വേറെ ആണെങ്കിൽ കൂടി അവർ പ്രാർത്ഥിക്കുന്നത് ഈ ദൈവത്തിനോടാണ്. ആംഗ്ലോ ഗോഡാണ്. അതുപോലെ തന്നെ ജൂതായിസം ബേസ് ചെയ്തിട്ടുള്ള, ജൂതായിസത്തിൻ്റെ റൂട്ടിൽ നിന്ന് വന്ന ഒരു ദൈവമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുംതോറും ലെയേഴ്സ് ഓഫ് കോംപ്ലക്സിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ലെയേഴ്സ് കൂടുന്തോറും അത് കോംപ്ലക്സ് ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പം കൾച്ചറലി രണ്ട് പേരും രണ്ട് എക്സ്ട്രീംസ് ആണ്. പ്രേ ചെയ്യുന്ന സ്ത്രീകളായാലും ഈ പ്രെയർ കേൾക്കുന്ന ദൈവങ്ങളാണെങ്കിലും രണ്ട് കൾച്ചറിലുള്ളതാണ്. പ്രെയർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന പ്രോസസ്സ് ആണെങ്കിൽ കൂടി അതിനകത്ത് വരെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. ആൻഡ് ദിസ് ഗ്രേറ്റ് വൈറ്റ് ഫാദർ imperturbable in his marble pedestal looks down upon his brown daughters, votive candles shining like lust in his all-seeing eyes, unmoved by their persistent prayers. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ഹൂം ദേ ആർ പ്രേയിങ്, ആരോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യൻ ഗോഡിന് ഒരു ഫാദർലി ഇമേജാണ് കൊടുക്കുന്നത്. ആ ഫാദർലി ഇമേജുള്ള ദൈവം അവരെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുന്നുണ്ട്. കാരണം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അങ്ങനെയാണ്. ദൈവം ഏറ്റവും മുകളിലുണ്ട്, ആ ഒരു പെഡസ്റ്റലിൽ നിൽക്കുവാണ്. എന്നിട്ട് അവിടുന്ന് താഴോട്ടേക്ക് നോക്കുമ്പം ഒരു കാരണവശാലും ദൈവം ഇവരുടെ ഈ പ്രേയേഴ്സ് കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഇളക്കം തട്ടിയതായിട്ട് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല.
അവരുടെ ബ്രൗൺ ഡോട്ടേഴ്സിനെ, അതായത് ഈ ലാറ്റിൻ വിമനെ കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, അല്ലെങ്കിൽ ഹോളി ഫാദർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരുടെ പ്രേയേഴ്സ് എന്താണെന്നോ, അവർ ഗോ ത്രൂ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ എന്താണെന്നോ ഇതെല്ലാം കേട്ടതിന് ശേഷവും യാതൊരു വിധത്തിലുള്ള ചലനവും അവരിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ സ്ട്രഗിൾസിനെ പറ്റിയിട്ടൊക്കെ ഒരു ക്ലിയർ ഐഡിയ ദൈവത്തിന് എന്തായാലും ഉണ്ട്. ഓൾസോ അവർ തന്നെ നേരിട്ട് വന്നിട്ട് അവരുടെ സ്ട്രഗിൾസിനെ പറ്റിയിട്ടും കഷ്ടപ്പാടിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും അവർക്ക് കിട്ടുന്നില്ല. ഒരു മെഴുകുതിരി ഷൈൻ ചെയ്യുന്ന മാതിരി അവരുടെ കണ്ണും ഷൈൻ ചെയ്യുന്നുണ്ട്, അവരുടെ പ്രെയറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ റേഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ഡിഫറൻസ് ദൈവത്തിൽ നിന്നും അവരെ എങ്ങനെയോ അകറ്റി നിർത്തുവാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഗോഡ് എല്ലായിടത്തും പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഗോഡ് എന്ന് പറയുന്നത് ആ എലമെൻ്റ് എല്ലായിടത്തും ഉണ്ട്, ഒമ്നി പ്രസൻ്റ് ആണ്. പക്ഷേ ദൈവം എല്ലാം കാണുന്നുമുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം യാതൊരുവിധ റെസ്പോൺസും തരാത്തത്? ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്ത എന്താണ്? ദൈവം ഇങ്ങനെ അൺമൂവ്ഡ് ആയിട്ട് തന്നെ സ്റ്റേ ചെയ്യുന്ന എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള പല പല ചോദ്യങ്ങളിലും അവരുടെ മൈൻഡിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വട്ടം അവരുടെ സ്ട്രഗിൾസിനെ പറ്റിയിട്ട് അവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഗോഡിൽ നിന്ന് യാതൊരുവിധ റെസ്പോൺസും അവർക്ക് കിട്ടുന്നുമില്ല. യെറ്റ് ഇയർ ആഫ്റ്റർ ഇയർ ബിഫോർ ഹിസ് ഇമേജ് ദേ നീൽ, മാർഗരീറ്റ, ജോസഫീന, മരിയ ആൻഡ് ഇസബെൽ, all fervently hoping that if not omnipotent, at least he be bilingual. And they continue praying this way. Oh Lord, oh my dear Lord, after all these years of prayers and all these years of getting absolutely no response at all, we are still here. ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുവാണ്, പക്ഷേ ഞങ്ങൾക്ക് റെസ്പോൺസ് എന്ന് പറയുന്നൊരു കാര്യമേ കിട്ടുന്നില്ല. എന്നിരുന്നിട്ട് കൂടി ഞങ്ങൾ വീണ്ടും വീണ്ടും ഇവിടേക്ക് തന്നെ വരികയാണ്, ഇവിടേക്ക് തന്നെ പ്രാർത്ഥിക്കുകയാണ്, ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു കാരണം വെച്ച് ഞങ്ങൾ ഗോഡിനെ എതിർത്ത് പറഞ്ഞതുപോലുമില്ല. ഞങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യമായി വന്ന സങ്കടം പറഞ്ഞ അതേ ദൈവത്തിൻ്റെ മുൻപിൽ തന്നെ ഞങ്ങൾ വീണ്ടും വന്ന് മുട്ടുകുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് അവരിലുള്ള ഉള്ളിലുള്ള ആ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ഡിവോഷനാണ് കാണിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇതിൽ കുറച്ചധികം പേരുകൾ ഇങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാർഗരീറ്റ, ജോസഫീന, മരിയ, ഇസബെൽ, ഈ പേരുകളൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് ലാറ്റിൻ വിമന് കൊടുക്കുന്ന പേരുകളാണ്. അപ്പം ലാറ്റിൻ വിമനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരുകളാണ്. ഈ പേരുകൾ വയ്ക്കുമ്പോഴത്തേക്കും വി ആർ ടോക്കിംഗ് അബൌട്ട് ലാറ്റിൻ വിമൻ എന്നുള്ള ഒരു ഐഡിയ അവിടെ കൺവേ ആവും. അതുകൊണ്ടാണ് ഈ പേരുകൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും വന്നിട്ട് ഈ ലാറ്റിൻ വിമൻ എല്ലാം വന്നിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. യാതൊരുവിധ റെസ്പോൺസും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ. എങ്കിൽ കൂടി ഞങ്ങൾ വീണ്ടും തിരികെ വരുന്നു. പക്ഷേ അപ്പം ഞങ്ങൾ പൊതുവേ കേട്ടിട്ടുള്ളത് ഓൾമൈറ്റി എന്ന് പറയുന്നത് എല്ലാം ചെയ്യാനായിട്ട് പൊട്ടൻഷ്യലുള്ള ഒരു എലമെൻ്റ് ആണ് എന്നാണ് ഞങ്ങൾ കേട്ടുള്ളത്. ഒമ്നിപ്പൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ കഴിവുള്ള ഒരാൾ. അപ്പം ഒമ്നിപ്പൊട്ടൻ്റ് ആണെന്നാണ് കേട്ടുള്ളത്. പക്ഷെ ഒമ്നിപ്പൊട്ടൻ്റ് അല്ല എങ്കിലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ബൈലിംഗ്വൽ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞങ്ങളുടെ ഭാഷയും കൂടെ മനസ്സിലാവുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഞങ്ങൾ ഇത്ര വർഷമായിട്ടും ദൈവത്തിൻ്റെ ലാംഗ്വേജിൽ ഞങ്ങൾക്ക് അറിയില്ല ദൈവത്തിൻ്റെ ലാംഗ്വേജ് ഏതാണെന്ന്. ചിലപ്പോൾ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണോ ഞങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാതെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഞങ്ങളുടെ പ്രേയേഴ്സ് തരാണ്ട് ഞങ്ങൾ സ്പാനിഷിൽ സംസാരിക്കുന്നത് കൊണ്ടാണോ തിരിച്ച് റെസ്പോൺസ് ഒന്നും കിട്ടാത്തത് എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്നും ഒരു റെസ്പോൺസ് എന്നെങ്കിലും കിട്ടാനായി ദൈവം ഒരു ബൈലിംഗ്വൽ ആയിരുന്നെങ്കിൽ, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാതെ സ്പാനിഷും കൂടെ മനസ്സിലാവുന്ന ഒരു ദൈവമായിരുന്നെങ്കിൽ, ഒമ്നിപ്പൊട്ടൻ്റ് ഒന്നും ആവണ്ട, ഇതേപോലെ സ്പാനിഷും കൂടെ മനസ്സിലാവുന്ന ദൈവമായിരുന്നെങ്കിൽ എന്ന് മാത്രമേ ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ പോയത്തിൻ്റെ കുറച്ച് തീംസിനെ പറ്റിയിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് ഇതുവരെ കേട്ടതിൽ നിന്നും മനസ്സിലായി കാണുമല്ലോ, മേജർ തീം എന്ന് പറയുന്നത് റിലീജിയൻ ആൻഡ് ഫെയ്ത്ത് ആണ്.
ലാറ്റിൻ വിമൻ റിലീജിയൻ അല്ലെങ്കിൽ തങ്ങളുടെ ഫെയ്ത്താണ് അവിടെ കാണിക്കുന്നത്. ദൈവത്തിൻ്റെ അടുത്താണ് അവരുടെ സ്ട്രഗിൾസിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടും അവരുടെ സങ്കടത്തിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നത്. ഈ സങ്കടം കേൾക്കുന്ന ദൈവവും അവരും തമ്മിൽ കൾച്ചറലി എവിടെയോ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൾച്ചറൽ ഏലിയനേഷനാണ് രണ്ടാമത്തെ തീം എന്ന് ആയിട്ട് വരുന്നത്. അവരുടെ പ്രെയർ ദൈവത്തിന് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. കാരണം ദൈവം വേറൊരു കൾച്ചർ ഫോളോ ചെയ്യുന്ന ദൈവമാണ്, ഞങ്ങളുടെ കൾച്ചറാണ് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിഷമം. ദൈവം തങ്ങൾക്ക് നേരെ കണ്ണടച്ച് കാണിക്കുവാണോ എന്നാണ് അവരുടെ സംശയം. അപ്പം ഒരു റേഷ്യൽ ഹൈറാർക്കി എന്ന് പറയുന്ന വേറൊരു തീം അതിനകത്തുണ്ട്. ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു റേസ് മറ്റൊരു റേസിനെക്കാട്ടിലും എന്തൊക്കെയോ പവർ അവർക്ക് കൂടുതലുണ്ട്. ആ പവർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഡോമിനൻറ്റ് പൊസിഷനിൽ ആ പെർട്ടിക്കുലർ റേസാണ് ഇരിക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള റേസ് എല്ലാം സബോർഡിനേറ്റ് പൊസിഷനാണ്, തന്നെക്കാളും താഴ്ന്ന ആൾക്കാരാണ് എന്നൊരു ബോധമായിരിക്കും അവരുടെ മൈൻഡിലുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റേത് വളരാനായിട്ട് ആ ഡോമിനൻറ്റ് സൈഡിലിരിക്കുന്ന റേസ് ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. ആ റേഷ്യൽ ഹൈറാർക്കി നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സ്ട്രഗിൾസ് എല്ലാം ഫേസ് ചെയ്തെങ്കിൽ കൂടി ഒരു പോയിന്റിൽ എത്തിയപ്പോഴത്തേക്കും അവർക്ക് തിരിച്ച് അവർ പഴയ സ്ഥിതിയിലേക്ക് എത്തുവാണ്. ഇതെല്ലാം ഫേസ് ചെയ്തെങ്കിലും ഹോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ മൈൻഡിലുണ്ട്. ആ ഹോപ്പിൻ്റെ റിസൾട്ടായിട്ടാണ് അവർ പറയുന്നത്, ദൈവം ബൈലിംഗ്വൽ ആയിരുന്നെങ്കിൽ ഞങ്ങളെ മനസ്സിലാക്കുമായിരുന്നു എന്നൊരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്, ഈ പോയം എൻഡ് ചെയ്യുന്നത്. അതായത് ആ ഹോപ്പ് എപ്പോഴും അവരുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ടും റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല എങ്കിൽ കൂടി അവർ തിരിച്ച് അതേ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ആ ദൈവം ബൈലിംഗ്വൽ ആയിരിക്കും എന്നുള്ള ഒരു മൈൻഡായിരുന്നു അവരുടെ ഹോപ്പ്.